നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 205 205. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 4 8 ശ്ലോക പറയേണ്ടത്. വാമ ഊരാവ അതിസൃത്യ ദക്ഷിണാംഗ്രി സരോരുഹം അപാശ്രിതാർഭകശ്രദ്ധം അകൃശം ത്യക്തപിപ്പലം. വാമ ഊരാവ അതിസൃത്യ ദക്ഷിണാംഗ്രി സരോരുഹം അപാശ്രിതാർഭകാശ്രദ്ധം അകൃശം ത്യക്തപിപ്പലം. അപ്പോൾ അത് എൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, വലത്തെ പാദകമലത്തെ ഇടത്തെ തുടയിന്മേൽ എടുത്തു വെച്ചിട്ട് കൃശനല്ലാത്തവനും കർമ്മത്തെ വെടിഞ്ഞവനും പിൻഭാഗം കൊണ്ട് ആശ്രയിച്ചിരിക്കുന്ന ചെറിയ ആൽവൃക്ഷത്തോടു കൂടിയവനും. ആലിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് ഭഗവാൻ. പ്രശ്നയോ ഇടത്തെ കാല് താഴേക്ക് ഇട്ടിട്ട് വലത്തെ കാല് ഇടത്തെ കാലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടായിരിക്കുന്നത്. അതിനാണ് എന്താണെന്നാ പറയുക, വീരാസനം എന്ന് പറയും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. അപ്പോൾ ഇരിക്കുന്നത് വീരാസനത്തിനായിരുന്നു എന്ന് കാണിക്കുന്നു. താമരതളം പോലെ അരുണ നിറമുള്ള വലത്തെ പാദത്തെ ഇടത്തെ തുടയിന്മേൽ എടുത്തു വച്ചിരിക്കുന്നു, കർമ്മഫലങ്ങളൊന്നും സ്പർശിക്കാതെ ഇരുന്നത് കൊണ്ട്. അപ്പോൾ തടിക്കണതും ശോഷിക്കണതും കർമ്മഫല. നിഷ്കാമകർമ്മം ചെയ്തവന് ആ പ്രശ്നം ഉണ്ടാവില്ല. കാർശ്യം സ്ഥൗല്യം വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം എന്നിവയുടെ യാതൊരു ബാധയും കൂടാതെ ഇരിക്കുന്ന തൻ്റെ ദിവ്യമംഗള ശരീരത്തെ പിൻഭാഗത്തുള്ള ആൽമരത്തടിയിന്മേൽ ചാരി വെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. 9 ശ്ലോകം എന്താ പറഞ്ഞത്? തസ്മിൻ മഹാഭാഗവതോ ദ്വൈപായന സുഹൃൽ സഖാ ലോകാനനുചരൻ സിദ്ധ ആസസാദയദൃശ്ചയാം. തസ്മിൻ മഹാഭാഗവതോ ദ്വൈപായന സുഹൃൽ സഖാ ലോകാനനുചരൻ സിദ്ധ ആസസാദയദൃശ്ചയാം. ലോകങ്ങളെ ക്രമത്തിൽ സഞ്ചരിക്കുന്നവനും വ്യാസരുടെ സുഹൃത്തും സഖാവുമായ മഹാനായ ഭാഗവത ഭക്തൻ ആ സ്ഥാനത്തിൽ എതിർച്ചയായിട്ട് വന്നു ചേർന്നു. ആരാണത്? മൈത്രേയ മഹർഷി. അത് അടുത്ത ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എതിർച്ചയാം മൈത്രേയ മഹർഷി വന്നു ചേർന്നു. അദ്ദേഹം മഹാനായ വ്യാസരുടെ ഒരുമിച്ച് പഠിച്ചിരുന്ന പരാശര ശിഷ്യനും. പരാശരൻ വേദവ്യാസരെ പഠിക്കുമ്പോൾ മൈത്രേയനുണ്ട്. ഒരിടത്തിരിക്കാതെ ക്രമേണ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന മഹാനായ ഭഗവത് ഭക്തനുമാകുന്നു എന്ന് പറഞ്ഞു. ഇനി 10 ശ്ലോകം. തസ്യാനുരക്തസ്യ മുനിർമുകുന്ദ പ്രമോദഭാരേ ഭാരാനദകന്ധരസ്യ അശൃണ്വതോ മാമനുരാഗഹാസ സമീക്ഷയാ വിശ്രമയന്നുവാചാം. തസ്യാനുരക്തസ്യ മുനിർമുകുന്ദ പ്രമോദഭാരാനദകന്ധരസ്യ ആശൃണ്വതോ മാമനുരാഗഹാസ സമീക്ഷയാ വിശ്രമയന്നുവാചാം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഭഗവാനിൽ പ്രേമത്തോടും സന്തോഷാധിക്യത്താൽ താഴ്ത്തിയ ശിരസ്സോടും കൂടി, അങ്ങനെയുണ്ട്. ഈ
എന്താണെന്ന് പറയുക, വിനയം വരുമ്പോൾ ശിരസ് താഴും. അപ്പോൾ ഇവിടെ സന്തോഷാധിക്യം പറഞ്ഞത്, ഭഗവാനെ കണ്ട സന്തോഷാധിക്യത്താൽ താഴ്ത്തിയ ശിരസ്സോടും കൂടിയ ആ മുനി കേട്ടിരിക്കവേ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന മന്ദഹാസത്തോടു കൂടിയ നോട്ടത്താൽ എന്നെ വിശ്രമിപ്പിക്കുന്നവനായിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അതായത് എനിക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്ന രീതിയിൽ പറഞ്ഞു എന്ന് അർത്ഥം പറയാം. അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? മുകുന്ദ ദർശനം നിമിത്തമുണ്ടായ സന്തോഷാധിക്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പാദകമലത്തിൽ വീണ് നമസ്കാരം ചെയ്ത പരമഭക്തനായ ആ മുനി കേട്ടുകൊണ്ടിരിക്കെ എൻ്റെ പേരിലുള്ള പരമസ്നേഹത്തെ സൂചിപ്പിക്കുന്ന വിധം മന്ദഹാസം ചെയ്ത് കടാക്ഷിച്ചുകൊണ്ട് എൻ്റെ യാത്രാക്ലേശത്തെ തീർക്കുന്ന വിധത്തിൽ ഇതുവരെ നടന്നതിനുള്ള ക്ഷീണമൊക്കെ പോയി ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് ശ്രീ ഭഗവാൻ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു. എങ്ങനെയാണ് പറഞ്ഞത്? ശ്രീ ഭഗവാൻ ഉവാചാം വേദാഹമന്തർമനസീപ്സിതം തേ ദദാമി യത്തദ്ദുരവാപമെന്യൈ സത്രേ പുരാ വിശ്വസൃജാം വസൂനാം മത്സിദ്ധികാമേന വസോ ത്വയേഷ്ടാം വേദാഹം അന്തർമനസീപ്സിതം തേ ദദാമി യത്തദ്ദുരവാപമന്യൈ സത്രേ പുരാ വിശ്വസൃജാം വസൂനാം മത്സിദ്ധികാമേന വസോ ത്വയേഷ്ടഃ. നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ ഞാൻ അറിയുന്നു. അന്യന്മാരാൽ പ്രാപിക്കാൻ കഴിയാത്തതായ അതിനെ, മൈത്രേയ, നണക്കോ വ്യാസനോ അല്ലെങ്കിൽ പരമഭക്തനായിരിക്കുന്ന നാരദർക്കോ സാധിക്കുന്ന പോലെ അന്യന്മാർക്ക് സാധിക്കാത്തതായ, പ്രാപിക്കാൻ കഴിയാത്തതായ അതിനെ ദാനം ചെയ്യുന്ന നിനക്ക് ഞാൻ ദാനമായിട്ട് തരുന്നു, നീ ചോദിക്കാതെ കണ്ടന്നെ. പൂർവജന്മത്തിൽ ലോകസൃഷ്ടാക്കളായ വസുക്കളുടെ സത്രത്തിൽ എന്നോടുള്ള ഐക്യത്തെ ആഗ്രഹിച്ചിരുന്ന നന്നാൽ പൂജിക്കപ്പെട്ടു. അന്ന് തന്നെ നീ എന്നെ പൂജിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇപ്പോഴാണ് നിനക്ക് കിട്ടാൻ പോണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ അതിൻ്റെ ഭാവാർത്ഥം പറയാണ്, ഉദ്ധവർ ജന്മാന്തരത്തിൽ വസുക്കളിൽ ഒരുവനായിരുന്നു. ഉദ്ധവർ അന്ന് അവർ നടത്തിയ സത്രത്തിൽ ഉദ്ധവർ ഭഗവത് സായുജ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ പൂജിച്ചിരുന്നു. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ഹേ വസോ, മുൻജന്മത്തിൽ വിശ്വസൃഷ്ടാക്കളായ വസുക്കളിൽ ഒരുവനായിരുന്ന നീ എൻ്റെ സായുജ്യത്തെ കാക്ഷിച്ചുകൊണ്ട് എന്നെ പൂജിച്ചിരുന്നു. മൽഭക്തന്മാർ അല്ലാത്തവർക്ക്, അതായത് വേറെ ഈശ്വരനിൽ താഴെ ഉള്ളവരെ പൂജിക്കുന്നവർക്ക് ഈ ഒരു കൺസെഷൻ കിട്ടില്ല എന്നാണ്. ഈശ്വരനെ ഉപാസിക്കാം, അതാണ് ഉത്തമം. മധ്യമവും അധമായിട്ട് വേറെ ആരെയും പൂജിക്കേണ്ട ആവശ്യമില്ല. മൽഭക്തന്മാരല്ലാത്തവർക്ക് ഇപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ട് യാഗം യജ്ഞം ചെയ്യണവരെ, സൂക്കട് മാറാൻ സൂര്യനെ ഉപാസിക്കുന്നവർ, അവർക്കൊന്നും കിട്ടാത്തതാണ് എന്നെ ഉപാസിച്ചാൽ കിട്ടുന്ന ഐശ്വര്യം. ഭഗവാന് ശ്രീഹരിനെ, ശ്രീകൃഷ്ണനെ. മൽഭക്തന്മാരല്ലാത്തവർക്ക് ലഭിക്കാത്തതായി എൻ്റെ ആകാംക്ഷ ഞാൻ അറിഞ്ഞിട്ടുള്ളതിനാൽ ഈ ജന്മത്തിൽ അതിനെ ഞാൻ നൽകുന്നുണ്ടെന്നാണ് പരമശയം. 12ാമത്തെ ശ്ലോകം നോക്കുക. സ ഏഷ സാധോ ചരമോ ഭവാനാം ആസാദിതസ്തേ മദനുഗ്രഹോ യത് യന്മാം നൃലോകാൻ രഹ ഉത്സൃജന്തം ദൃഷ്ട്യാ ദദൃശ്വാൻ വിശദാനുവൃത്യാം. അല്ലയോ പരമശാന്തനായുള്ളവനെ, ഈ ജന്മങ്ങളുടെ അവസാനത്തേത് പ്രാപിക്കപ്പെട്ടു. യാതൊന്ന് എൻ്റെ അനുഗ്രഹമാകുന്നു. അത് എൻ്റെ അനുഗ്രഹമാണ്. ഇനി നമുക്ക് ജന്മമില്ല. മനുഷ്യലോകങ്ങളെ ഉപേക്ഷിക്കുന്ന എന്നെ നിർമ്മല ഭക്തിയോടുകൂടെ ദർശിച്ചു. അതായത് ഞാനിപ്പോൾ ഈ മനുഷ്യലോകം വിടാൻ പോവാം. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സംതിങ് സൂപ്പർ ഡൂപ്പർ ഡിവൈനാണ്. അത് കാണുക, നീ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഹേ സാധോ
എൻ്റെ അനുഗ്രഹത്തിന് യോഗ്യമായ ചരമജന്മം അങ്ങയ്ക്ക് സിദ്ധിച്ചു. ചരമജന്മം എന്ന് പറഞ്ഞാൽ ഇനി ജനിക്കാൻ പോണില്ല അദ്ദേഹം അങ്ങ്. എന്തുകൊണ്ടെന്നാൽ ജീവലോകത്തെ വിട്ടുപോവാനുള്ള സങ്കല്പത്താൽ ഏകാന്തത്തിൽ വന്നിരിക്കുന്ന എന്നെ വിട്ടുപിരിയാതെ പരമപ്രേമലക്ഷണയായ ഭക്തി നിമിത്തം ഇപ്പോൾ ഇവിടെ വന്നു കാണുവാൻ സാധിച്ചുവല്ലോ. ഇത് തന്നെ മഹാഭാഗ്യം. എല്ലാവർക്കും കിട്ടില്ല. 13ാമത്തെ ശ്ലോകം. പുരാമയാ പ്രോക്തമജായനാഭ്യേ പത്മേ നിഷണ്ണായ മമാതി സർഗേ ജ്ഞാനം പരം മന്മഹിമാവഭാസം യൽസൂരയോ ഭാഗവതം വദന്തി. പുരാ മയാ പ്രോക്തമജായനാഭ്യേ പത്മേ നിഷണ്ണായ മമാതി സർഗേ ജ്ഞാനം പരം മന്മഹിമാവഭാസം യൽസൂരയോ ഭാഗവതം വദന്തി. സൃഷ്ടിക്ക് മുമ്പ് എൻ്റെ നാഭിയിലുണ്ടായ താമരയിൽ സ്ഥിതനായ ബ്രഹ്മാവിന് എൻ്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന പരമജ്ഞാനം എന്നാൽ ഉപദേശിക്കപ്പെട്ടു. യാതൊന്നിനെ സൂര്യകൾ ഭഗവത് സംബന്ധി എന്ന് പറയുന്നു. ഭഗവത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ സത്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? പൂർവകൽപ്പത്തിൽ സൃഷ്ടിക്കു മുമ്പ് എൻ്റെ നാഭിയിൽ നിന്ന് ജനിച്ച താമരപ്പൂവിൽ വസിച്ചിരുന്ന ബ്രഹ്മാവിന് എൻ്റെ മഹിമയെ ബോധിപ്പിക്കുന്നതായ യാതൊരു പരമതത്വജ്ഞാനത്തെ ഞാൻ ഉപദേശിച്ചുവോ? ഭഗവാനായ എന്നാൽ പറയപ്പെട്ടത് നിമിത്തം പണ്ഡിതന്മാർ യാതൊന്നിനെ ഭാഗവതം എന്ന് പറയുന്നുവോ? അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനാണ് ആദ്യം ഭാഗവതം ഉപദേശിച്ചിട്ടുള്ളത്. ആ ഭാഗവത ബ്രഹ്മാവ് സനകാദികൾക്ക് പറഞ്ഞു കൊടുത്തു. സനകാദികൾ നാരദർക്ക് പറഞ്ഞു കൊടുത്തു. നാരദര് വ്യാസർക്ക് പറഞ്ഞു കൊടുത്തു. വ്യാസർ അത് ശുഖബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പരമതത്വജ്ഞാനത്തെ ഞാൻ ഉപദേശിച്ചുവോ? അതിനെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തെ നിനക്കിപ്പോൾ ഞാൻ ഉപദേശിക്കാം. 14 ഇത്യാദൃതോക്ത പരമസ്യ പുംസാ പ്രദിക്ഷണാനുഗ്രഹഭാജനോ അഹം സ്നേഹോദ്ധരോ മാസ്ഖലിതാക്ഷരസ്ഥം മുഞ്ചൻ ശുച പ്രാഞ്ജലിരാ ബഭാഷേ. ഇത്യാദൃതോക്ത പരമസ്യ പുംസാ പ്രദിക്ഷണാനുഗ്രഹഭാജനോ അഹം സ്നേഹോത്തരോ മസ്കലിതാക്ഷരസ്ഥം മുഞ്ചൻ ശുച പ്രാഞ്ജലിരാഭഭാഷേ. പരമപുരുഷൻ്റെ ക്ഷണന്തോറുള്ള അനുഗ്രഹത്തിന് പാത്രമായ, ക്ഷണന്തോറുള്ള പെട്ടെന്ന് അനുഗ്രഹത്തിന് പാത്രമായ ഞാൻ ഇപ്രകാരം ആദരിക്കപ്പെട്ടും പറയപ്പെട്ടുമിരുന്നതിനാൽ ഭക്തി നിമിത്തം രോമാഞ്ചത്തോടും ഗദ്ഗദാക്ഷരത്തോടും കൂടിയവനും കണ്ണീരുകളെ മോചിപ്പിക്കുന്നവനും അഞ്ജലി ബന്ധം ചെയ്തവനുമായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അതായത് അതിൻ്റെ ഭാവാർത്ഥം പറയാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിന് എപ്പോഴും പാത്രമായിരുന്ന എന്നോട് ഭഗവാൻ ആദരപൂർവം ഇപ്രകാരം അരുളി ചെയ്ത് കേട്ടപ്പോഴുണ്ടായ ഭക്തി നിമിത്തം എനിക്ക് രോമാഞ്ചവും ആനന്ദബാഷ്പവും ഉണ്ടായതിനാൽ അക്ഷരങ്ങൾ തടഞ്ഞു പുറപ്പെടുന്ന വാക്കുകളോടുകൂടെ അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. 15ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. കോ നീശതേ പാദസരോജഭാജാം സാ സദുർലഭോ അർത്ഥേഷു ചതുർഷ്വൈവീഹ തഥാപിനാഹം പ്രവിണോമി ഭൂമൻ ഭവൽപദാംബോജനിഷേവണോത്സുകാം. കോ നീശതേ പാദസരോജഭാസം സദുർലഭോ അർത്ഥേഷു ചതുർഷ്വൈവീഹ
തഥാപി നാഹം പ്രവൃണോമി ഭൂമൻ ഭവൽപദാംഭോജനിഷേവണോത്സുകാം. അങ്ങയുടെ പാദപത്മം ഭജിക്കുന്നവർക്ക് 4 പുരുഷാർത്ഥങ്ങളിൽ ഏതൊന്ന് കോനു ഈശ, കോനു ഈശ എന്നാണ് വരിക. കോനീശ തേ കോനി കോനു കോനു ഈശതേ. അപ്പോൾ അങ്ങയുടെ പാദപത്മം ഭജിക്കുന്നവർക്ക് 4 പുരുഷാർത്ഥങ്ങളിൽ ഏതൊന്ന് ഏറ്റവും ദുർലഭം? ഏത്? മോക്ഷം, 4-മത്തത്. എങ്കിലും ഭവാന്റെ പാദപത്മത്തെ ഭജിക്കുന്നതിൽ താല്പര്യമുള്ള ഞാൻ വരിക്കുന്നില്ല. എനിക്ക് മോക്ഷം വേണ്ട, അങ്ങയോട് ഭക്തി ഉണ്ടായാൽ മതിയതാ. ആലോചിച്ച് നോക്കണം. ഞാൻ വരിക്കണില്ല, മോക്ഷം ഞാൻ വരിക്കണില്ല. പറഞ്ഞു വിഷയോ? അതിൻ്റെ അർത്ഥം അത് ഭാവാർത്ഥത്തിലേക്ക് വരുമ്പോൾ, ഹേ ഈശ്വര, നിന്തിരുവടിയുടെ പാദപത്മത്തെ സേവിക്കുന്നവർക്ക് 4 വിധ പുരുഷാർത്ഥങ്ങളിൽ ഒന്നും തന്നെ ദുർലഭമല്ല എന്നാ. ഇത് വളരെ ഒരു ക്രിട്ടിക്കൽ ഇൻട്രിക്കേറ്റ് സബ്ജക്റ്റാണ്. ഒന്നും തന്നെ ദുർലഭമല്ല. ധർമ്മം ഉണ്ടാവാൻ എളുപ്പമല്ല, അർത്ഥം ഉണ്ടാവാൻ എളുപ്പമല്ല, ധർമ്മമായ അർത്ഥം കൊണ്ട് കാമനകളെ നേരിടുക അതും എളുപ്പമല്ല, മോക്ഷം കിട്ടുക അതും എളുപ്പമല്ല. എന്തൊരു സാഹചര്യമാണ്, ആലോചിച്ച് നോക്കൂ. ഒന്നും ദുർലഭമല്ല എന്നാണ് പറഞ്ഞത്. ആൾക്കാരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മനസ്സിലായല്ലേ? അപ്പോൾ എന്നാലും ഭഗവാന്റെ പാദപത്മഭജനം എന്ന ഒന്നിൽ മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന ഞാൻ അതൊഴികെ മറ്റൊന്നിനെയും പ്രാർത്ഥിക്കുന്നില്ല എന്നാ. ഭഗവാന്റെ തിരുവാദപത്മങ്ങളെങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 16-മത്തെ ശ്ലോകം പറയണു. കർമാണ്യനീഹസ്യ ഭവോ അഭവസ്യതേ ദുർഗാശ്രയോ അധാരിഭയാൽ പലായനം കാലാത്മനോയൽ പ്രമദായുധാശ്രയ സ്വാത്മൻ രതേ ഗിദ്ധ്യതി ധീർവിദാമിഹ. കർമ്മണ്യനീഹസ്യ ഭവോ അഭവസ്യതേ ദുർഗാശ്രയോ അധാരിഭയാൽ പലായനം കാലാത്മനോയൽ പ്രമദായുധാശ്രയ സ്വാത്മാൻ രതേ ഗിദ്ധ്യതി ധീർവിദാമിഹ. കർത്തൃത്വമില്ലാത്ത അങ്ങയുടെ കർമ്മങ്ങളും ജന്മമില്ലാത്തവൻ്റെ ഉൽപ്പത്തിയും കാലസ്വരൂപൻ്റെ ശത്രുഭയം നിമിത്തം ഓട്ടവും. കംസനെയും ഭയന്ന് നന്ദഗോകുലത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞത് വെറും നാട്യമല്ലേ? ഓട്ടവും. സ്വരൂപത്തിൽ രമിക്കുന്നവൻ്റെ അയുധം സ്ത്രീകളോടുള്ള ചർച്ചയും, 1000 സ്ത്രീകളോടുള്ള ചർച്ചയും, അഭിജ്ഞന്മാരുടെയും ബുദ്ധി ഇതിൽ ഖേദിക്കുന്നു എന്നാ. അഭിജ്ഞന്മാരെന്ന് വിചാരിക്കുന്നവർ കൂടി തെറ്റിദ്ധരിക്കണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഈ ധാരണ ഇല്ലാണ്ട് ആവണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ മായാതീതനാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, കർത്താവല്ലാതെയിരിക്കുന്ന നിന്തിരുവടിയുടെ കർമാചരണങ്ങളും ജന്മാദി വികാരങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുന്ന ഭവാന്റെ അവതാരവും കാലസ്വരൂപനായ ഭവാൻ ശത്രുക്കളിൽ നിന്നുള്ള ഭയം നിമിത്തം ഓടിപ്പോയതും സ്വരൂപാനന്ദത്തിൽ തന്നെ രമിച്ചിരിക്കുന്ന നിന്തിരുവടി അനേകം സ്ത്രീകളെ സ്വീകരിച്ചതും ആലോചിക്കുമ്പോൾ തത്വജ്ഞാനികളുടെ ബുദ്ധിയും കൂടെ ഇതിനെക്കുറിച്ച് നിർണയിപ്പാൻ കഴിയാതെ ക്ലേശിക്കുന്നു. അപ്പോൾ പിന്നെ സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താ? സാധാരണക്കാരന് നരകം പോകണം എന്നുള്ള ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഇക്ക സംശയം ഉണ്ടാവുന്നത്. നരകം പോകണ്ടെന്നുണ്ടെങ്കിൽ സ്വതസിദ്ധമായ രീതിയിൽ
അന്തര്യാമിയായിരിക്കുന്ന ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഭഗവാന്റെ തന്മയീഭാവത്തെ പ്രാപിക്കാം എന്നല്ലാതെ വേറൊന്നും നടക്കില്ല. 17-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. മന്ത്രേഷു മാം വാ ഉപഹൂയ യത്തത്വം അഗുണ്ഠിതാഖണ്ഡ സദാത്മബോധാം. കുണ്ഠിതം ഉണ്ടാവാത്ത അവസ്ഥ, അഗുണ്ഠിതാഖണ്ഡ സദാത്മബോധാം. പൃച്ഛേ പ്രഭോ മുഗ്ധൈവ പ്രമത്തസ്തന്നോ മനോമോഹയതീവ ദേവാം. മന്ത്രേഷു മാം വാ ഉപഹൂയ യത്തത്വം അഗുണ്ഠിതാഖണ്ഡ സദാത്മബോധ. പൃച്ഛേ പ്രഭോ മുക്തൈവാം പ്രമത്തസ്തന്നോ മനോമോഹയതീവ ദേവാം. അഗുണ്ഠിതാഖണ്ഡ സദാത്മബോധ എന്താ? തടസ്സമില്ലാത്തതും പരിപൂർണവുമായ സത്തായ ആത്മജ്ഞാനമുള്ള അങ്ങ്, സർവത്തിനും സമർത്ഥനായ ദേവനായുള്ളവനെ, പ്രമാദമില്ലാത്തവനായിട്ട് അറിവില്ലാത്തവനെന്ന പോലെ മന്ത്രങ്ങളിൽ എന്നെ അരികത്ത് വിളിച്ചിട്ട് ചോദിക്കും. ആ പ്രവൃത്തി ഞങ്ങളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്നത് പോലെ ഇരിക്കുന്നു. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ പറയുക, വൃഷ്ണികളുടെ രാജാവിനെ വാഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉഗ്രസേന മഹാരാജാവിനെ വാഴിച്ചു രാജാവായിട്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കിങ്കരനാണ്, മന്ത്രിസത്തവനാണ് ഉദ്ധവരെ. അപ്പോൾ പല പല അവസരങ്ങളിലും കൃഷ്ണൻ തൊട്ടതിനും തൊടാത്തതിനൊക്കെ ഉദ്ധവ എന്താ അഭിപ്രായം ചോദിക്കും. അപ്പോൾ ഇദ്ദേഹം ചിരിക്കും. ഓഹോ, ഇത് എപ്പോഴും ഉള്ളൊരു കാര്യമാണല്ലോ. ഈ ചോദ്യം കൊണ്ട് ഞാൻ പരമവിഡ്ഢിയാണെന്ന് സ്ഥാപിക്കണം അങ്ങക്കല്ലേ? അതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. അങ്ങനെയല്ല, തൻ്റെ ഭക്തനെ ഉത്തുംഗമായ ശ്രേണിയിൽ ഉയർത്തുക എന്നുള്ളതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തെ ഇദ്ദേഹം അങ്കിരസ് മഹർഷിയുടെ ശിഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, പിന്നെ സർവത്തിനും സമർത്ഥനായ ദേവനായുള്ളവനെ പ്രമാദമില്ലാത്തവനായിട്ട് അറിവില്ലാത്തവനെന്ന പോലെ മന്ത്രങ്ങളിൽ എന്നെ അരികത്ത് വിളിച്ചിട്ട് ചോദിക്കും. ആ പ്രവൃത്തി ഞങ്ങളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്നത് പോലെയായിരുന്നു, മായയിൽ കൊടുക്കുകയായിരുന്നു അങ്ങനെ എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ഒരിടത്തും തടസ്സം കൂടാതെ എല്ലാറ്റിലും പ്രവേശിക്കുന്ന പരിപൂർണമായ ആത്മജ്ഞാനമുള്ള നിന്തിരുവടി കാര്യാലോചനാവസരങ്ങളിൽ നന്നെ മനസ്സിരുത്തുന്നവനായിട്ട് അറിവില്ലാത്ത ഒരുവനെന്ന പോലെ എന്നെ അരികത്ത് വിളിച്ച് അഭിപ്രായം ചോദിക്കാറുണ്ടല്ലോ. ഹേ പ്രഭോ, ഹേ ദേവ, ആ മാതിരി മനുഷ്യനാട്യം ഞങ്ങളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.